വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി നമുക്ക് ചരിത്രപരമായ തെളിവുകൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയണം. എന്നാൽ പ്രാദേശിക പാരമ്പര്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെറും സങ്കല്പങ്ങളായി തള്ളാവുന്നവയുമല്ല. ഏതാണ്ട് 16-17 നൂറ്റാണ്ടുകളിൽ സംഭവിച്ചതായി പറയപ്പെടുന്ന നമ്മുടെ നാഥയുടെ 2 ദർശനങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ സ്ഥാപന കാരണമായി തദ്ദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇവയിൽ ആദ്യത്തേത് ഒരു ഇടയ ചെറുക്കനും രണ്ടാമത്തേത് ഒരു മുടന്തൻ കുട്ടിക്കുമാണ് ഉണ്ടായതായി അവകാശപ്പെടുന്നത്. സംഭവങ്ങൾ താഴെ വിവരിക്കുന്ന വിധമാണ്. മാതൃദർശനം ലഭിച്ച ഇടയ ചെറുക്കൻ പതിവ് പോലെ ഒരു ദിവസം ഉച്ചയ്ക്ക് പാലുമായി ആട്ടുടമയുടെ വീട്ടിലേക്ക് പോകുകയായിരുന്നു. ഉച്ചച്ചൂടിൽ വാടിത്തിളർന്ന അവൻ അടുത്തൊരു ആൽത്തറയിൽ കയറി കുറച്ച് വിശ്രമിക്കവേ ഉറങ്ങിപ്പോയി. നാഗപട്ടണത്ത് നമ്മുടെ മാതാക്കുളം, അവർ ലേഡീസ് ടാങ്ക് എന്ന് ഇന്നും അറിയപ്പെടുന്ന ഒരു കുളക്കരയിലായിരുന്നു ഈ ആൽവൃക്ഷം. അവൻ ഉറങ്ങവേ ഒരു മനോഹര ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്നു. ഉണർന്നയുടനെ കൺമുമ്പിൽ കനകാഭ ചിന്തുന്ന കുഞ്ഞിനെ വഹിക്കുന്ന ഒരു സുന്ദരിയെ തന്നോടൽപ്പം പാലിന് യാചിക്കുന്ന നിലയിൽ അവൻ കണ്ടു. തൻ്റെ യജമാനന് കൊണ്ടുപോകുന്ന പാലെടുത്താൽ വരുന്ന ഭവിഷ്യത്ത് വിചാരിച്ച് അവൻ ആദ്യം മടിച്ചെങ്കിലും അവസാനം അവരുടെ ആഗ്രഹം നിവർത്തിച്ചു കൊടുക്കുക തന്നെ ചെയ്തു. എന്നാൽ ഭയചകിതനായി യജമാന സന്നിധിയിലെത്തി പാൽക്കുടം തുറന്നപ്പോൾ പതിവ് പോലെ അത് വക്കുവരെ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അവൻ അത്ഭുത സ്തബ്ധനായി. തൻ്റെ ആ ഹൈന്ദവ യജമാനനെ അവൻ സംഭവിച്ചതെല്ലാം വിവരിച്ച് കേൾപ്പിച്ചു. അയാൾ ആ പയ്യനുമൊത്ത് ദർശനസ്ഥാനത്തേക്ക് വന്നു. അതേ ദർശനം തന്നെ അയാൾക്കുമുണ്ടായി. ഹൈന്ദവ രീതിയിലുള്ള ഒരു വണക്കം അന്നു മുതൽ അവിടെ ആരംഭിച്ചതായി കരുതപ്പെടുന്നു. രണ്ടാം ദർശനമുണ്ടായത് ഒരു മുടന്തൻ കുട്ടിക്കാണെന്ന് പറഞ്ഞുവല്ലോ. ആദ്യ ദർശനമുണ്ടായി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാവണം ഈ ദർശനമുണ്ടായത്. സാക്ഷാൽ വേളാങ്കണ്ണിക്കടുത്ത് നാടുതിട്ട എന്ന സ്ഥലത്ത് യാത്രക്കാർക്ക് മോര് വിൽപ്പനയായിരുന്നു മുൻപറഞ്ഞ മുടന്തൻ്റെ ജോലി. ഒരു നാൾ നമ്മുടെ നാഥ അവന് കാണപ്പെട്ട് തൻ്റെ ദിവ്യ പൈതലിനെ അവനോട് കുറച്ച് മോര് വാങ്ങിക്കൊടുത്ത ശേഷം അവൻ്റെ മുടന്ത് സുഖമാക്കുകയും ഈ വിവരം നാഗപട്ടണത്തെ ഒരു കത്തോലിക്കിനെ അറിയിക്കുവാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കത്തോലിക്കനും തലേ രാത്രിയിൽ ഇത്തരമൊരു ദർശനമുണ്ടായതായി പറയപ്പെടുന്നു. ആകയാൽ നമ്മുടെ മുടന്തൻ കുട്ടി വന്ന് വിവരമറിയിച്ച ഉടനെ തന്നെ അയാൾ സ്ഥലത്ത് വന്ന് സ്ഥിതിഗതികൾ ആരാഞ്ഞു. അവിടെ മുൻപറഞ്ഞ പോലെ ഒരു ദിവ്യസ്ത്രീ അവളുടെ പൈതലൊത്ത് തദ്ദേശീയരായ ഹിന്ദുക്കൾ ഒരു ദേവത എന്ന വണ്ണം ഏതാനും വർഷം മുമ്പ് ദിവ്യദർശനം ഉണ്ടായതായി പറയപ്പെടുന്ന ആ കുളക്കരയിൽ മടങ്ങി വരുന്നതായി അറിയുകയും ചെയ്തു. കൂടാതെ അവിടെ വെച്ചും അയാൾക്ക് ആ സ്ത്രീയും പൈതലും വേറൊരു ദർശനത്തിൽ ഉടനെ തന്നെ കാണപ്പെട്ടുകൊണ്ട് അവിടെ അവളുടെ ബഹുമാനാർത്ഥം ഒരു ദേവാലയം പണിയണമെന്ന് ആവശ്യപ്പെട്ടു. ഉടനടി ഒരു ചെറു ഷെഡ് കെട്ടിയുണ്ടാക്കി അതിൽ ഒരു ബലിപീഠം നിർമ്മിച്ച് ആ സ്ത്രീയുടെ രൂപവും നിർമ്മിച്ച് അതിൽ സ്ഥാപിച്ചു. വിനാവിളംബം മുടന്തൻ കുട്ടിയുടെ അത്ഭുത സുഖപ്രാപ്തി നാടെങ്ങും അറിഞ്ഞു. ജനങ്ങൾ പ്രാർത്ഥിക്കുവാൻ തടിച്ചുകൂടി. ധാരാളം അത്ഭുതങ്ങളും അവിടെ സംഭവിച്ചു. 17-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് സർവ്വനാവികാധിപത്യകാലത്ത് ചൈനയിലെ മക്കാവോയിൽ നിന്നും സിലോണിലേക്ക് പോന്നിരുന്ന ഒരു കച്ചവട പടക്കപ്പൽ കൊടുങ്കാറ്റിൽ പെടുകയുണ്ടായി. അങ്ങനെയുള്ള അപകടങ്ങളിൽ സാധാരണ ചെയ്യാറുള്ളതുപോലെ അതിലെ നാവികരും നമ്മുടെ നാഥയിൽ അഭയം തേടുകയും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടാൽ അപകടമെന്നെ കപ്പലടുക്കുന്ന ദിക്കിൽ മഹത്വത്തിനായി ഒരു ദേവാലയം പണികഴിപ്പിക്കാമെന്ന് നേർച്ച നേരുകയും ചെയ്തു. കപ്പൽ ഉടനടി സുരക്ഷിതമായി ഇന്നത്തെ വേളാങ്കണ്ണിക്ക് സമീപം അടുത്തു നങ്കൂരമുറപ്പിച്ചു. കപ്പൽക്കാർ മാതാവിനാൽ തന്നെ മുൻപറഞ്ഞ ഓലമേഞ്ഞ പള്ളിയിലേക്ക് ആനീതരായി. നേർച്ചപ്രകാരം അവർ അവിടെ തന്നെ ഒരു നല്ല പള്ളി പണിയുവാൻ തുടങ്ങിയപ്പോൾ മാതാവ് അവർക്ക് വീണ്ടും പ്രത്യക്ഷയായി പള്ളി പണിയേണ്ട കൃത്യസ്ഥാനം കാണിച്ചു കൊടുത്തു. ഇന്നത്തെ വേളാങ്കണ്ണി പള്ളി ഈ കൃത്യസ്ഥാനത്ത് തന്നെയാണ് നിർമ്മിതമായിരിക്കുന്നതെന്നാണ് പാരമ്പര്യം. അന്നവർ പണിത പള്ളിക്ക് 24 അടി നീളവും 12 അടി വീതിയുമേ ഉണ്ടായിരുന്നുള്ളൂ. പുതിയ പള്ളി പണിതീർന്നയുടനെ മാതൃപ്രതിമ സ്വയം പഴയ പള്ളിയിൽ നിന്നും അവിടേക്ക് അത്ഭുതകരമായി മാറി വന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്നും അൾത്താരയിൽ നാം കാണുന്ന ബൈബിൾ കഥകൾ ആലേഖനം ചെയ്ത കളിമൺ പെയിൻറ്റിംഗ് പ്ലേറ്റുകൾ ചൈനയിൽ നിന്നും അന്നത്തെ നാവികർ കൊണ്ടുവന്നതാണ്.
AD 1771 ഒരു സ്വതന്ത്ര ഇടവകയാകും വരെ വേളാങ്കണ്ണി നാഗപട്ടണം മിഷന്റെ ഒരു ഭാഗമായിരുന്നു. 1847 മൈലാപ്പൂർ രൂപതയിലെ ഇടവക വൈദികർ അതിൻ്റെ ഭരണഭാരം ഏറ്റെടുക്കും വരെ ഫ്രാൻസിസ്കൻ സന്യാസികളാണ് ഈ തീർത്ഥാടന കേന്ദ്രം നോക്കി പരിപാലിച്ചു പോന്നിരുന്നത്. അതിനാലാവാം ഇന്നും പ്രധാന അൾത്താരയിൽ 2 പ്രമുഖ ഫ്രാൻസിസ്കൻ വിശുദ്ധരുടെ, വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ അന്തോണീസിൻ്റെയും രൂപങ്ങൾ സ്ഥലം പിടിച്ചത്. കപ്പൽക്കാരുടെ കപ്പേള പിൽക്കാലത്ത് 70 അടി നീളവും 22 അടി വീതിയുമുള്ള ഒരു വൻപള്ളിയായി മാറി. പഴയ അൾത്താരയും കേടുകൂടാതെ അതേപടി സൂക്ഷിച്ചുകൊണ്ട് 1920 പള്ളി വീണ്ടും വലുതാക്കി ഇന്നുള്ള 2 ഗോത്തിക് സ്തൂപങ്ങൾ പണിതുയർത്തിയത്. 1933 മാത്രമാണ് ഇന്ന് കാണുന്ന 2 വിങ്ങുകളും താഴികക്കുടവും പണിതീർത്തത്. നമുക്ക് പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോട് പ്രാർത്ഥിക്കാം. അനുഗ്രഹം ചൊരിയുന്ന അമ്മേ, വേളാങ്കണ്ണി മാതാവേ, ആശ്രയം തേടി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന മക്കളായ ഞങ്ങളെ കൈവിടിയരുതേ. അങ്ങേ സ്നേഹവലയത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. അമ്മയുടെ കൈകളിൽ ഉണ്ണിയേശുവിനെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചതുപോലെ ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ. പരിശുദ്ധ അമ്മേ, വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.